ലോകത്തെ പ്രബല സൈനിക ശക്തിയായ ഇസ്രയേലിന്റെ കണ്ണിലെ എക്കാലത്തെയും വലിയ കരടാണ് ഹമാസ്. റോക്കറ്റ് ആക്രമണങ്ങളിലൂടെയും ചാവേർ പോരാട്ടങ്ങളിലൂടെയും അവർ ഇസ്രയേലിന്റെ ഉറക്കം കെടുത്തുകയാണ്. ഈജിപ്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുന്നി ഇസ്ലാമിസ്റ്റ് സംഘടനയായ മുസ്ലിം ബ്രദർഹുഡിന്റെ രാഷ്ട്രീയ വിഭാഗമായാണ് ഹമാസ് പ്രവർത്തനം തുടങ്ങിയത്. പിന്നീട് കാലക്രമേണ ദിശാബോധത്തിലും പ്രവർത്തനങ്ങളിലും മുസ്ലിം ബ്രദർഹുഡിനോട് വിയോജിപ്പറിയിച്ച ഹമാസ് പിന്നീട് അവരിൽ നിന്നും അടർന്നു മാറി. ഹറാഗത്ത് അൽ മുഖവാമ അൽ ഇസ്ലാമിയ എന്നാണ് ഹമാസിന്റെ യഥാർത്ഥ പേര്. ഇസ്ലാമിക പ്രതിരോധ പ്രസ്ഥാനം എന്നാണ് ഈ അറബിക് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അഭിനിവേശം, ശക്തി, ധൈര്യം, അതാണ് ഹമാസ് എന്ന സൈനിക ശക്തിയുടെ മുഖമുദ്ര. 1987 മുസ്ലിം ബ്രദർഹുഡിൽ നിന്നുള്ള ചില അംഗങ്ങളും പലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ മതേതര നിലപാടിനെ എതിർക്കുന്ന പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകളും ചേർന്നാണ് ഹമാസിന് രൂപം നൽകിയത്. പലസ്തീനിലെ രാഷ്ട്രീയ നേതാവും ഇമാമുമായിരുന്ന ഷെയ്ഖ് അഹമ്മദ് ഇസ്മായിൽ ഹസൻ യാസിനാണ് ഗ്രൂപ്പിന്റെ സ്ഥാപകൻ. പലസ്തീനിൽ ഇസ്രയേലിന്റെ അധിനിവേശത്തിനെതിരായ പ്രക്ഷോഭമായ ഒന്നാം ഇൻതിഫാദ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ 1987 ഇമാം ഷെയ്ഖ് അഹമ്മദ് യാസിനും അദ്ദേഹത്തിന്റെ സഹായി അബ്ദുൽ അസീസ് അൽ റാൻഡിസിയും ചേർന്ന് ഗാസയിൽ ഹമാസ് പ്രസ്ഥാനം സ്ഥാപിച്ചത്. പലസ്തീനെ മോചിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഇസ്രയേലിനെതിരെ സായുധ പോരാട്ടം നടത്തുന്നതിന് ഇസ് അൽ ദിൻ അൽ ഖസാം ബ്രിഗേഡ്സ് എന്ന സൈനിക വിഭാഗത്തിനും സംഘടന രൂപം നൽകി. മതപഠനം, സാമൂഹ്യ സേവനം, സൈനിക പരിശീലനം എന്നിവയാണ് അവരുടെ ചുമതലകൾ. പലസ്തീനിലെ അധിനിവേശം നടത്തുന്ന ഇസ്രയേലിന് അവിടുത്തെ ഒരു തരി മണ്ണ് പോലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചാണ് ചെറുത്തുനിൽപ്പിന്റെ പാത തിരഞ്ഞെടുക്കാൻ ഹമാസ് നിർബന്ധിതരാകുന്നത്. ഒപ്പം പലസ്തീനെ ഒരു സ്വതന്ത്ര ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ ഗാസയും വെസ്റ്റ് ബാങ്കും കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ദവ എന്ന പേരിൽ വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ച് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും അവർ നടത്തിയിരുന്നു. 1988 ഹമാസ് പുറത്തിറക്കിയ ചാർട്ടർ പ്രകാരം പലസ്തീൻ ഒരു ഇസ്ലാമിക മാതൃരാജ്യമാണെന്നും അമുസ്ലിങ്ങൾക്ക് ഒരിക്കലും കീഴടങ്ങില്ലെന്നും പലസ്തീന്റെ നിയന്ത്രണം ഇസ്രയേലിൽ നിന്ന് പിടിച്ചെടുക്കാൻ വിശുദ്ധ യുദ്ധം നടത്തുന്നത് പലസ്തീനിയൻ മുസ്ലിങ്ങളുടെ മതപരമായ കടമയാണെന്നും ഹമാസ് വാദിച്ചു. 1988 ഇസ്രയേൽ സ്വതന്ത്ര രാഷ്ട്രമാണെന്ന നിലപാടെടുത്ത പലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ അഭിപ്രായത്തോട് ഹമാസ് കടുത്ത വിയോജിപ്പ് അറിയിക്കുകയും ചെയ്തു. 1990കളുടെ മധ്യത്തിൽ ഇസ്രയേലും പലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷനും ചേർന്ന് ഒപ്പുവെച്ച ഓസ്ലോ സമാധാന ഉടമ്പടിയും ഹമാസ് തള്ളിക്കളഞ്ഞു. ഏകദേശം 365 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഗാസ മുനമ്പ് രാഷ്ട്രീയമായി നിയന്ത്രിക്കുന്നത് ഹമാസ് ആണ്. ഹമാസിനെ ഇസ്രയേൽ, അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, കാനഡ, ഈജിപ്ത്, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഇതിനോടകം ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാൻ, സിറിയ എന്നീ രാജ്യങ്ങൾക്ക് പുറമെ ലബനനിലെ ഹിസ്ബുള്ള കൂടി ഉൾപ്പെടുന്ന ഒരു പ്രാദേശിക സഖ്യത്തിന്റെ ഭാഗമാണ് ഹമാസ്.